പിന്നെ ചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റുള്ള പാത്രത്തിലൊന്നും അങ്ങനെ വെള്ളം പെട്ടെന്ന് വറ്റി പോകത്തില്ല. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചാറൊക്കെ നോക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള താളിപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ആദ്യമേ ചേർക്കണില്ല, അവസാനമായിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാറ്. ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ചേമ്പ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്യുന്ന ഒരു കറി ആയിരിക്കാം. ഇനി ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ അത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ.